ഇടുക്കി പൂപ്പാറയിൽ വില്ലേജ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ തർക്കം. പന്നിയാർ പുഴയോരത്ത് വീടുകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോഴായിരുന്നു തർക്കം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമായാണ് സ്ഥലത്തെത്തിയത്. തുടർ ചർച്ചകൾക്ക് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് പിന്നീട് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് സംഘർഷാവസ്ഥ ഒഴിവായത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് അവിടെ കോടതി ഉത്തരവിനെ തുടർന്നാണ് നിരവധി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്, അതായത് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അതിൻ്റെ ആദ്യ നടപടിയായി വൈദ്യുതി വിച്ഛേദിക്കാനെത്തുന്നു. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? ഇപ്പം തീർച്ചയായും പൂപ്പാറയിലെ നിലവിലെ സാഹചര്യങ്ങൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് നൽകുന്നത്. ഇതുമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുൻപ് പൂപ്പാറ ടൗണിലെ പന്നിയാർ പുഴയോട് ചേർന്നുള്ള നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുന്നതിനും പൊളിച്ചു നീക്കുന്നതിനുമായി നടപടികൾ ആരംഭിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി ആരംഭിച്ചത്. അന്ന് ഇവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുകയും തുടർന്ന് ഈ പൂപ്പാറ ടൗണിലെ പന്നിയാർ പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന 88 വ്യാപാര സ്ഥാപനങ്ങൾ, അതായത് കെട്ടിടങ്ങളിലെ 88 വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇവിടെയുള്ള നാട്ടുകാരോട്, അതായത് താമസക്കാരോട് താൽക്കാലികമായി തുറന്നോടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 29 കുടുംബങ്ങളാണ് ഇവിടെ തുടർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അവർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി വളരെ വേഗം തന്നെ ഒഴിയണമെന്ന ആവശ്യം അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ KSEB ഉദ്യോഗസ്ഥരും എത്തി ഇവിടെയുള്ള വൈദ്യുതി വിച്ഛേദിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. എങ്കിലും താൽക്കാലികമായി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് 3 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാനൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. എന്തായാലും നിലവിലെ ചർച്ചകൾക്കൊടുവിൽ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എങ്കിലും ഈ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ്, കൂലിവേലക്കാരാണ്, സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ്. അവർ എവിടേക്ക് പോകും എന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നു. ഒപ്പം 2 വർഷം മുൻപ് ഇവിടുത്തെ വ്യാപാരശാലകൾ, സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ ഒഴിച്ചപ്പോൾ എന്തായാലും കോടതി ഉത്തരവ് നടപ്പാക്കിയേ മതിയാകൂ. കാരണം പോലീസ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സംഘർഷമുണ്ടാകാം. എന്താണ് ആ വീട്ടുകാരുടെ നിലപാട്? എന്താണ്? അവർ ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറാകുമോ? അതല്ലെങ്കിൽ അവർക്കൊരു പുനരധിവാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനില്ലേ? ആ രീതിയിലുള്ള നടപടികളോ ചർച്ചകളോ നടക്കുന്നുണ്ടോ? തീർച്ചയായും അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അതായത് പകരം സംവിധാനം ഒരുക്കാതെ ഇവിടുന്ന് ഇറങ്ങില്ല എന്ന നിലപാടിലാണ് വീട്ടുകാർ.